ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീവിയസ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബിരിയാണി തന്നെയാണ്. ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് വൺ പോട്ട് ബിരിയാണി, അതുപോലെ നോർമൽ നമ്മൾ ഒത്തൻറ്റിക് വേയിൽ ചെയ്യുന്ന ദം ബിരിയാണി. പ്രോൺസ് വെച്ചിട്ടാണ് ഇന്ന് ബിരിയാണി ചെയ്യുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ചെമ്മീൻ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നത് അതിൻ്റെ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആദ്യം സ്റ്റോക്ക് ഉണ്ടാക്കാം. ഇതൊരു 1/2 kg പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തല ഒരു 6 കപ്പ് വെള്ളത്തിൽ ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. പ്രോൺസിൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രോൺസിൻ്റെ ടെയിൽ കളഞ്ഞിട്ടില്ല കേട്ടോ. ബിരിയാണിയിൽ കാണാൻ ഭംഗിക്ക് ഇങ്ങനെയാണ് നല്ലത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു 1/4 ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമ്മളെന്തായാലും സ്റ്റോക്കൊക്കെ ഉണ്ടാക്കി വരുന്ന ആ ടൈമിനുള്ളിൽ ഇത് നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 സ്ലൈസ് ചെയ്ത അനിയൻസ് ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്രഷ് ചെയ്ത ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി അതും കൂടെ ആഡ് ചെയ്ത് റോസ് സ്മെല്ല് പോണ വരെ സോട്ടേ ചെയ്തെടുക്കുക. ദം ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ ഫ്രൈഡ് ഓണിയൻസും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓയിലിൽ അനിയൻസ് ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഓയിലിൽ ഈ ഗ്രേവി റെഡിയാക്കിയാൽ മതിയാവും. ഞാൻ എന്തായാലും ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കും, പക്ഷെ ആ ഓയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോക്കനട്ട് ഓയിലിൽ ഗ്രേവി റെഡിയാക്കുന്നത് കേട്ടോ. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ റോസ് സ്മെല്ല് പോയതിന് ശേഷം ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായി സോട്ടേ ചെയ്ത് അതൊന്ന് സോഫ്റ്റായി വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോഫ്റ്റൻ ആവണ ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കാം. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത ഒരു ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അനിയൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബിരിയാണിക്ക് വേണ്ടി അപ്പോൾ ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കിയാലും ഞാനിതുപോലെ ക്രഷ് ചെയ്ത ഏലക്കയും അതുപോലെ കുറച്ച് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവരുത്. ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ കോരി മാറ്റാം. ഞാനിതിപ്പോൾ രണ്ടും കൂടെ മാനേജ് ചെയ്യണ കാരണം വീഡിയോയും കൂടി എടുക്കുന്ന കാരണം എൻ്റെ ഒന്ന് കുറച്ചും കൂടെ ഡാർക്കായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ലൈറ്റ് ബ്രൗൺ മതി കേട്ടോ. ഗ്രേവിയിൽ ആഡ് ചെയ്ത ടൊമാറ്റോസൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി മസാല ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു കൈപ്പിടി പുതിന അതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കുക. ആ ഗ്യാപ്പിൽ ഇവിടെ അനിയൻസ് റെഡി ആയിട്ടുണ്ട്. അതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഓയിൽ എക്സസ് ഉള്ളത് പോവും. ഗ്രേവിയിലോട്ട് ഇനി മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മുടെ ആ പ്രോൺസിൻ്റെ ടെയിലൊക്കെ റെഡാവും. ആ സമയത്ത് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പ് അതുപോലെ ലൈം ജ്യൂസ് ഇത്ര ആഡ് ചെയ്യണം. അപ്പോൾ ഏകദേശം ടെയിലൊക്കെ റെഡായിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഇത് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ദം ചെയ്യുന്ന ടൈമിൽ പ്രോൺസ് കുക്കായിക്കോളും. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതുപോലെ 1 ടീസ്പൂണോളം ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സജീരകം മാത്രം കേട്ടോ ആഡ് ചെയ്യുന്നത്. സ്പൈസസ് ആയിട്ട് വേറെ ഒന്നും പട്ട, ഗ്രാമ്പ് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ചെമ്മീൻ ബിരിയാണിക്ക് എപ്പോഴും സജീരകം മാത്രം ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് കഴുകി വാറ്റി വെച്ച റൈസാട്ടോ, കൈമ റൈസാണ്. റൈസ് ഒരു 5 മിനിറ്റ്സോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുക. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, ആ ഒരു റേഷ്യോ കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് പുതിന ചമ്മന്തി ഉണ്ടാക്കാം. പ്രോൺസ് ബിരിയാണിയിലേക്ക് പുതിന ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരവും അതുപോലെ ഒരു പിടി പുതിനയും കൂടെ ആഡ് ചെയ്യുക. എപ്പോഴും പുളിക്ക് വേണ്ടി പച്ചമാങ്ങ ആഡ് ചെയ്യണം കേട്ടോ പുതിന ചമ്മന്തിയിൽ. എനിക്കിഷ്ടം എപ്പോഴും ടേസ്റ്റ് തോന്നുക പച്ചമാങ്ങ ആഡ് ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ ഒരു 5 ടീസ്പൂണോളം നാളികേരം ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കൈപ്പിടി പുതിനയും. അത് നന്നായി അരച്ചെടുക്കുക. ഇനി അത് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസ് ദമ്മായി വന്നിട്ടുണ്ട്. ഇതൊരു 3/4 വേവായാൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഒറ്റ തിരിഞ്ഞിട്ട് നന്നായി തന്നെ ഇരിക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഗ്രേവിക്കും ചൂട് വേണം, അതുപോലെ റൈസും നല്ല ചൂടായിട്ടുണ്ടാവണം. അപ്പോൾ ഗ്രേവി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായില്ല, അതുകൊണ്ട് അതൊന്ന് വീണ്ടും ചൂടാക്കിയതിന് ശേഷം റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും ഒരേ ലെവലിലുള്ള ടെമ്പറേച്ചറിൽ ഉണ്ടാവണം. ദം ചെയ്യുന്ന ടൈമിൽ റൈസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും, ഓവറാവണ്ട. പിന്നെ ആവശ്യത്തിന് ഗീ ഒരു ടീസ്പൂൺ ഏകദേശം അത്ര മതിയാവും. പിന്നെ പുതിന മല്ലിയില അത്ര ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അനിയൻസ്, നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഉണ്ടാക്കില്ല ആ ടൈമിലും നമ്മൾ ഫ്രൈ ചെയ്ത അനിയൻസിൻ്റെ 3/4 ഭാഗം അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞാൽ വിട്ടുപോയതാട്ടോ. ഇനി ആ ലിഡിൻ്റെ ഹോളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ല അടികട്ടിയുള്ളൊരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അരമണിക്കൂർ ദം ചെയ്തെടുക്കത്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ദം പൊട്ടിക്കാൻ കേട്ടോ. റെസ്റ്റിംഗ് ടൈം നിർബന്ധമാണ്, എന്നാലാണ് ആ ഫ്ലേവറൊക്കെ നന്നായി വരുള്ളൂ. ഇതിപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലിഡ് ഓപ്പൺ ആക്കിയത്. ആ ടൈമിൽ നല്ലൊരു വാസനയാട്ടോ ഇവിടെ മുഴുവൻ ചെമ്മീൻ്റെ. ശരിക്കും സീ ഫുഡ് ൻ്റെ ആ ഫ്ലേവറും ആ സ്മെല്ലൊക്കെ നന്നായി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈസിയർ മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പണിയുള്ള കാര്യമാണ്, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. എപ്പോഴും ഒതൻറ്റിക് ബിരിയാണിക്ക് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ സെയിം റെസിപ്പി തന്നെ 1 പോട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഗ്യാസ് ഷോർട്ടേജൊക്കെ ഉള്ള ടൈമല്ലേ, അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സിൽ നമുക്ക് പ്രോൺസ് ബിരിയാണി നല്ല ടേസ്റ്റിയും അതുപോലെ ഫ്ലേവർഫുള്ളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് സ്ലൈസ് ചെയ്ത ഒരു അനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായി സോട്ട് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക്ക് അതുപോലെ ഗ്രീൻ ചില്ലി അത്ര ആഡ് ചെയ്തിട്ട് റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സോഫ്റ്റ് ആവണം. കുറച്ച് കല്ലുപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്നാവും കേട്ടോ. നമ്മൾ ഫ്ലെയിമിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് സെയിം മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല അതിൻ്റെ ഒപ്പം കുറച്ച് സജീരകം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഗീ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പുതിന മല്ലിയില ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒരു കൈക്കണക്കാട്ടോ. ഇതിലിപ്പോൾ ഞാനൊരു 5 ചെമ്മീൻ ആ മാരിനേറ്റ് ചെയ്തതിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ 1/2 കപ്പ് റൈസിന് 5 ചെമ്മീൻ ആ ഒരു റേഷ്യോ ആട്ടാവും. ഇനി ഒന്ന് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്മീൻ്റെ കൂടെ ലൈം ജ്യൂസ് നല്ലൊരു ഇതാട്ടോ, അത് എന്തായാലും ആഡ് ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. ഇനി കഴുകി മാറ്റി വെച്ച കൈമ റൈസ് ഇനി ഇതൊന്ന് നന്നായി സോട്ടേ ചെയ്തെടുക്കുക. റൈസ് ഒന്ന് ഫ്രൈ ആവണം അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1 കപ്പ് ചൂടുവെള്ളം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ പണി എളുപ്പമായി. അപ്പോൾ നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലിഡ് വയ്ക്കുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുക. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പ്രോൺസ് ഇങ്ങനെ മൂടി വെച്ചിട്ടാണല്ലോ കുക്കാക്കുന്നത്, അല്ലാണ്ട് ഗ്രേവിയിൽ കുക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോൺസിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ 1 പോട്ട് ബിരിയാണി. ഭയങ്കര സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇതിലില്ല, ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ ഗ്യാസും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ 1 പോട്ട് ബിരിയാണി കുക്കറിൽ നമുക്ക് ചെയ്യാം. 1 വിസിൽ അടുപ്പിച്ചാൽ മതിയാവും. എന്നിട്ട് പിന്നെ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. പുതിന ചമ്മന്തി അതുപോലെ റൈത്ത ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ.
പിക്കിൾ മിസ് ചെയ്താലും പുതിന ചമ്മന്തി മിസ് ചെയ്ത് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ 2 ടൈപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒന്ന് 1 പോട്ട് ബിരിയാണി ആൻഡ് നമ്മുടെ ഒത്തൻറ്റിക് ദം ബിരിയാണി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെമ്മീൻ ബിരിയാണിയുടെ പുതിന ചട്നി അടിപൊളിയാണ്. നല്ലതാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ 1 പോട്ട് ബിരിയാണി ഇതും നല്ലതാണ്. കാരണം റൈസിലൊക്കെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.